ആർക്കെങ്കിലും സമസ്തയുടെ ആഹ്വാനം അത് ജനങ്ങൾ ഉൾക്കൊള്ളുകയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ പാതിരാവ് തഹിയ്യയുടെ ഒരൊറ്റ കാരണം കൊണ്ട് സമൂഹത്തിന്റെ വിശ്വാസമർപ്പിച്ച ഒരു ബോഡി, ഒരു സംവിധാനം കേരളക്കരയിൽ അല്ല ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് ആധികാരികമായ വേദി അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒന്ന് മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പിന്തുണയാണ്. കോർപ്പറേറ്റുകളുടെയോ വൻകിട സംവിധാനങ്ങളുടെയോ പിന്തുണകൾക്ക് ആർജിക്കാതെ, ആരുടെ മുന്നിലും കൈ കാണിക്കാതെ, ആരുടെ മുന്നിലും യാചിക്കാൻ പോകാതെ സമൂഹം നൽകിയ ഈ പിന്തുണ ഇത് വലിയ പിന്തുണയാണ്. ഇതിനെ പിടിച്ചു കെട്ടാൻ ആർക്കെങ്കിലും കഴിയുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ 100ാം വാർഷികം കുനിയയിൽ സമാപിക്കുമ്പോ കേരളത്തിൽ തുല്യതയില്ലാത്ത ഒരു ശക്തി അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമായിരിക്കും. അതിന്റെ ചലനത്തെ, അതിന്റെ മുന്നോട്ടുള്ള ഗമനത്തെ നിയന്ത്രിക്കാൻ ആർക്കെങ്കിലും കഴിയുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവസാനത്തെ തോന്നലായിരിക്കും എന്ന താക്കീതാണ് ഈ തഹിയ്യയിലൂടെ, ഈ പരമമായ കീഴ്വണക്കത്തിലൂടെ, ഈ പിന്തുണയിലൂടെ കേരളക്കരയിലെ ജനങ്ങൾ സമസ്തക്ക് നൽകുന്നത് എന്ന് തിരിച്ചറിയാനുള്ള അവസരമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സന്തോഷത്തോടുകൂടി ഈ പാതിരാവിലും കാത്തിരിക്കുന്ന ലക്ഷങ്ങൾക്ക് തഹിയ്യയുടെ അതിന്റെ പ്രവർത്തകരെന്ന നിലയിൽ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ, നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമാവാത്ത ഏറ്റവും വലിയ സംഖ്യയായി 45 കോടി 77 ലക്ഷം 77 ലക്ഷം അപ്പുറം പറയാൻ കഴിയില്ല. പെട്രോൾ പമ്പിൽ നീങ്ങുന്നത് പോലെ മറിഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു സംവിധാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേറെ ഒരാളും ഇല്ലാതെ പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രഖ്യാപിച്ചപ്പോഴേക്ക് സമൂഹം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാവരും സാധാരണക്കാർ നമ്മൾ കാണുന്നുണ്ട് 500 രൂപ 100 രൂപ 200 രൂപ എന്താണോ സാധിക്കുന്നത് ആ സാധിക്കുന്ന ചെയ്തുകൊണ്ടാണ് ഈ 45 കോടി 78 ലക്ഷം ഇപ്പോഴായിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. കേരളത്തിൽ ഒരു ശക്തിക്കും ഈ രീതിയിൽ ഒരു ക്രൗഡ് ഫണ്ട് നടത്താൻ സാധ്യമല്ലെന്ന് തെളിയിച്ചുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും മെസ്സേജ് അയക്കുന്നു, നിർത്തരുത്, തങ്ങൾ ദുആ ചെയ്യാൻ ദുആ കുറച്ച് നീട്ടിപ്പോയിക്കോട്ടെ എന്നാ. എത്ര നീട്ടാൻ പറ്റുമോ അത്രയും നീട്ടിക്കോട്ടെ. ഗൾഫിലെ 12 മണിയെങ്കിലും ആവണമെന്നാണ് ഗൾഫിലെ ആളുകൾ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. തഹിയ്യ ഇന്ന് ചില ആളുകൾക്ക് അത് കേൾക്കാൻ മടിയാ. പക്ഷേ അത്തഹിയ്യാത്ത് തോന്നുമ്പോൾ എന്തായാലും തഹിയ്യ ഓതാരിക്കാൻ പറ്റൂലല്ലോ. എന്തെന്നായാലും അത്തഹിയ്യാത്ത് ചൊല്ലുമ്പോഴെങ്കിലും തഹിയ്യ പറയേണ്ടി വരും, അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. അത്തഹിയ്യാത്ത് വിട്ടാൽ നിസ്കാരം ബാത്തിലാകും. എന്തായാലും എല്ലാവരുടെ മനസ്സിലും മായാതെ മറയാതെ നിൽക്കുന്ന ഒരു വാക്കായി തഹിയ്യ മാറിയിരിക്കുകയാണെന്ന് ഈ പാതിരാ സമയത്ത് ഇന്നും ആവേശത്തോടെ ഇത്രയും ആളുകളോട് തടിച്ചുകൂടി തഹിയ്യയ്ക്ക് വേണ്ടി ഉറക്കമൊഴിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇത് സമസ്തയാണ്, ഇത് സമസ്തയാണ്. സമസ്ത ഒരു കാര്യം പറഞ്ഞാൽ അത് മാറ്റിവെക്കേണ്ട ഗതികേട് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് തഹിയ്യ മുന്നോട്ട് പോകുന്നത്. ഇത് തഹിയ്യയിൽ ഒതുങ്ങുന്നതല്ല. ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം ലോകത്ത് തുല്യതയില്ലാത്ത സമ്മേളനമായി മാറാൻ പോവുകയാണ്. അതിന്റെ ക്യാമ്പിന് വേണ്ടി പന്തലിടാൻ വേണ്ടി അതിന്റെ കൊട്ടേഷൻ ടീം വന്നപ്പോ മൊയ്ൻകുട്ടി മാഷിനോട് പറഞ്ഞത്രേ, ഞങ്ങളുടെ ചരിത്രത്തിൽ ഇത്ര വലിയൊരു പന്തലിട്ടിട്ടില്ല, ഇത്ര വലിയൊരു പന്തലിട്ടിട്ടില്ല. ഇങ്ങനൊരു പന്തലിട്ട ചരിത്രം, ഇത്ര വലിയൊരു ക്യാമ്പിന് വേണ്ടി പന്തലിട്ടത് ഞങ്ങളുടെ ചരിത്രത്തില്ല. ആരവരുന്ന് കേരളക്കാരല്ല, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് വന്ന ആളുകൾ പറയാണ്, അവർ അത്ഭുതപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് സമസ്തയുടെ ഓരോ പ്രവർത്തനം അങ്ങനെ തന്നെയാണ്. പലരും മനസ്സിലാക്കി പോയിട്ടുണ്ട്, ഇതൊക്കെ നിൽക്കാൻ പോവുകയാണ്, ഇതൊക്കെ നിന്നിട്ടുണ്ട്, ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട് എന്നൊക്കെ തോന്നിപ്പോയി. ഇത് ആരങ്ങനെ ചവിട്ടിയാലും നിൽക്കുന്ന വണ്ടിയല്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു കുടുങ്ങിയെന്നല്ലാതെ വേറൊരു കേടുകൾ വരാൻ പോകുന്നില്ല. ഈ വണ്ടി ഇതങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇതിന്റെ കപ്പിത്താൻ പണ്ടാരോ പറഞ്ഞു ഡ്രൈവർ ശരിയല്ല, ഇതിന്റെ ഡ്രൈവർ 100% എല്ലാ ലൈസൻസുള്ള ഡ്രൈവറാണെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് അൽഹംദുലില്ലാഹ് സമസ്ത മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു തെളിവാണ് തഹിയ്യ, ഒരു തെളിവാണ് തഹിയ്യ. തഹിയ്യ മാത്രമല്ല, ഓരോന്നോരോന്ന് ബോധ്യപ്പെടുകയാണ്
എല്ലാവർക്കും മാറി ചിന്തിക്കാനും അടുക്കാനും സമസ്തയോട് കൂടുതൽ കൂടുതൽ ബന്ധം സ്ഥാപിക്കാനും ഏറ്റവും നല്ല അവസരമാണ് ഈ തഹിയ എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നീട്ടുന്ന എനിക്ക് വേണ്ടി നീട്ടുകയില്ല. ഗൾഫിലെ സഹോദരന്മാർ പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കാൻ കുറച്ച് നീട്ടിക്കൊണ്ടു പോകണം, ഞങ്ങൾക്ക് അവസരം തരണം, മൈക്ക് കൊടുക്കരുത്, അതുകൊണ്ട് നീട്ടാണ്. എനിക്ക് നീട്ടാൻ കൂടി ഉണ്ടായതുകൊണ്ടല്ല, അവർക്കൊരു അവസരമായിക്കോട്ടെ. ഒരു സദക്ക കിട്ടുന്ന നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ അഭിപ്രായം